നമുക്ക് സർഫസ് ടെൻഷൻ എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്ന ഒരു സെക്ഷനാണ് സർഫസ് ടെൻഷൻ. ഒരുപാട് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും വരുന്ന ഒരു സെക്ഷനാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ നമുക്ക് എന്താണ് സർഫസ് ടെൻഷൻ, എങ്ങനെയാണ് സർഫസ് ടെൻഷൻ മനസ്സിലാക്കേണ്ടത്, സർഫസ് ടെൻഷൻ എങ്ങനെ മെഷർ ചെയ്യാം, എന്തൊക്കെയാണ് സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെയാണ് സർഫസ് ടെൻഷൻ കാരണം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ഫിനോമിന, എന്താണ് സർഫസ് എനർജി എന്നുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് ഐഡിയ ഓഫ് സർഫസ് ടെൻഷൻ. നമുക്കറിയാം ഫ്ലൂയിഡ് സർഫസസ്, ലിക്വിഡ് സർഫസസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെയാണ് പലപ്പോഴും ആക്ട് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്ന, വലിച്ചു പിടിച്ചിരിക്കുന്ന ഒരു പ്രതലം പോലെയാണ് പലപ്പോഴും, ഒരു മെംബ്രെയിൻ പോലെയാണ് പലപ്പോഴും ലിക്വിഡ് സർഫസ് ആക്ട് ചെയ്യുക. ഈ ബിഹേവിയർ സർഫസ് ടെൻഷൻ കാരണമാണ്. ഈ നേച്ചറാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് ക്വാളിറ്റേറ്റീവ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്താണ് സർഫസ് ടെൻഷൻ എന്നുള്ള ഡെഫിനിഷനിലേക്ക്, ടെക്നിക്കൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഈ ബിഹേവിയർ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നു, വാട്ട് ഈസ് ദി ഒറിജിൻ ഓഫ് സർഫസ് ടെൻഷൻ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സർഫസ് ടെൻഷൻ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഇന്റർമോളിക്കുലർ ഫോഴ്സുകൾ ഉണ്ട്. രണ്ട് രീതിയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സുകൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഫോഴ്സുകൾ മനസ്സിലാക്കിയതിന് ശേഷം, ആ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് സർഫസ് ടെൻഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ ആദ്യത്തത് that is adhesive intermolecular forces and second one is cohesive intermolecular forces. Adhesive intermolecular forces എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന അട്രാക്ഷനെയാണ്, അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ അഡ്ഹസീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുക. കൊഹീസീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള, സിമിലർ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കൊഹീസീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ടംബ്ലറിൽ വാട്ടർ ഞാൻ നിറച്ചിരിക്കുകയാണെങ്കിൽ ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് കൊഹീസീവ് ഫോഴ്സ്. രണ്ടും സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആയതുകൊണ്ട്. അതേസമയം ഈ വാട്ടർ മോളിക്യൂളും ഈ കണ്ടെയ്നറിന്റെ മെറ്റീരിയലിന്റെ മോളിക്യൂളും ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹസീവ് intermolecular force, because they are different type of materials, they are different type of molecules. ഇത് ഈ രണ്ട് ഐഡിയയും മനസ്സിലാക്കി വെക്കുക. ഇതിൽ കൊഹീസീവ് ഫോഴ്സ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ സർഫസ് ടെൻഷൻ ശരിക്കും ഈ കൊഹീസീവ് ഫോഴ്സിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. കൊഹീസീവ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഒരു കോൺസിക്വൻസ് ആണ് നമ്മൾ പറയുന്നത് സർഫസ് ടെൻഷൻ. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അവിടെ അറിഞ്ഞിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ്, രണ്ടോ മൂന്നോ ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുക. ഒരു പാർട്ടിക്കിള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ ചുറ്റും ഒരുപാട് മറ്റു പാർട്ടിക്കിൾസ് ഉണ്ടാവും. പക്ഷെ ഒരു സർട്ടൺ റേഞ്ച്, ഒരു സ്പെസിഫിക് റേഞ്ചിന് അപ്പുറത്തേക്ക് ഈ പാർട്ടിക്കിളിന് കൊഹീസീവ് ഫോഴ്സുകൾ ഫീൽ ചെയ്യില്ല. ആ ഡിസ്റ്റൻസ്, കൊഹീസീവ് ഫോഴ്സുകൾ ഫീൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലാർ റേഞ്ച്. ആ മോളിക്യുലാർ റേഞ്ച് എന്ന് പറയുന്നത് 10⁻⁹ meters ആണ്. ഓൾറൈറ്റ്, മോളിക്യുലർ റേഞ്ച് എന്ന് അത്രയേ ഉള്ളൂ. ആ ഏത് ദൂരത്തിന്, ഏത് ചുറ്റളവിനുള്ളിൽ ഇരിക്കുന്ന മോളിക്യൂൾസിൽ നിന്നാണോ ഒരു കൺസിഡറബിൾ, ഒരു റീസണബിൾ ആയിട്ടുള്ള കൊഹീസീവ് ഫോഴ്സ് ഒരു പാർട്ടിക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യുക, ആ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലർ റേഞ്ച്. നൗ ഈ മോളിക്യുലർ റേഞ്ച് റേഡിയസ് ആയിക്കൊണ്ട് ഒരു പാർട്ടിക്കിളിന് ചുറ്റും എനിക്ക് ഒരു സ്ഫിയർ വരയ്ക്കാൻ സാധിക്കും. ഈ സ്ഫിയറിനെ, ഇതൊരു സ്ഫിയർ ആണെന്ന് മനസ്സിലാക്കുക. ഇതിന് ഒരു 3 ഡയമെൻഷണൽ ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. ഈ സ്ഫിയറിനെ വിളിക്കുന്ന പേരാണ് സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്. സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ്. സ്വാഭാവികമായിട്ടും സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിന്റെ അകത്തിരിക്കുന്ന മറ്റു മോളിക്യൂൾസ് ഈ നടുക്കിരിക്കുന്ന മോളിക്യൂൾസിന് കൊഹീസീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ കൊഹീസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈ പാർട്ടിക്കിളിന് കൊടുക്കാൻ സാധിക്കുന്ന ഡിസ്റ്റൻസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ശരിക്കും ഈ പറഞ്ഞ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിന്റെ അകത്തുണ്ടാവും എന്നുള്ളതാണ് എന്റെ ധാരണ. അപ്പൊ അത് മനസ്സിലാക്കുക.
ഒരു ടെക്നിക്കൽ ടേം കൂടിയുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സർഫസ് ഫിലിം. അത് ഇതേപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. സർഫസ് ഫിലിം എന്ന് പറഞ്ഞാൽ ഈ മോളിക്കുലർ റേഞ്ച് തിക്നെസ് ആയിട്ട് വരുന്ന ഒരു ഫിലിം 10⁻⁹ meters or molecular range തിക്നെസ് ആയിട്ട് വരുന്ന ഒരു ഫിലിം ഓഫ് ലിക്വിഡിനെ പറയുന്ന പേരാണ് സർഫസ് ഫിലിം. ആൻഡ് ഓൾസോ ആ ഫിലിം ഉണ്ടായിരിക്കുന്നത് ലിക്വിഡ് സർഫസിന്റെ മുകളിലാണ്. അപ്പൊ ലിക്വിഡ് സർഫസിന്റെ മുകളിൽ തിക്നെസ് മോളിക്കുലർ റേഞ്ച് അത്രയും വരുന്ന ഒരു ഫിലിമിനെ, ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ഫിലിം. അതുകൂടെ ഇവിടെ എഴുതാം, സർഫസ് ഫിലിം. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Now, എങ്ങനെയാണ് ഈ പറയുന്ന കൊഹീസീവ് ഫോഴ്സുകൾ, ഈ മോളിക്കുലർ റേഞ്ചിൽ ഇരിക്കുന്ന കൊഹീസീവ് ഫോഴ്സുകൾ എങ്ങനെയാണ് സർഫസ് ടെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടംബ്ലറിൽ ലിക്വിഡ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ലിക്വിഡിന്റെ സർഫസ് ഫിലിം ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ തിക്നെസ് ഇന്റർമോളിക്കുലർ ഓർ എന്താ പറയുക, ഈ തിക്നെസ് മോളിക്കുലർ റേഞ്ചിന്റെ ആ ഗ്യാപ്പിലാണെന്ന് മനസ്സിലാക്കുക. അതാണ് സർഫസ് ഫിലിം. ഈ സർഫസ് ഫിലിം ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലിക്വിഡിന്റെ അകത്ത് ഈ ബൾക്കിൽ എവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്, ഒരെണ്ണം. ഇനി ഈ സർഫസ് ഫിലിമിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ള ഒരു പാർട്ടിക്കിളിനെയും കൂടെ കൺസിഡർ ചെയ്യുക. ഇനി ഈ സർഫസ് ഫിലിമിന്റെ ഏറ്റവും മുകളിലുള്ള പുറത്തിരിക്കുന്ന എന്താ പറയുക, അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇന്റർഫേസിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കിളിനെയും കൂടെ കൺസിഡർ ചെയ്യുക. Alright. ഈ 3 പാർട്ടിക്കിളിന്റെ മുകളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന മറ്റു പാർട്ടിക്കിൾസ് കാരണം, ചുറ്റുവട്ടത്തുള്ള സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിന്റെ റേഞ്ചിനുള്ളിലുള്ള പാർട്ടിക്കിൾസ് കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൊഹീസീവ് ഫോഴ്സുകളെ പറ്റി നമുക്ക് ഇനി ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഒരു പാർട്ടിക്കിളിന് അതിന്റെ ചുറ്റും ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും കാരണം അതിന് എല്ലാ ഭാഗത്തേക്കും യൂണിഫോംലി ഒരു കൊഹീസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം യൂണിഫോംലി എല്ലാ ഭാഗത്തേക്കും ഉള്ളത് കൊണ്ട് തന്നെ അത് ബാലൻസ്ഡ് ആയിരിക്കും. ആ നെറ്റ് ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും. അതേസമയം ഈ ഒരു പാർട്ടിക്കിൾ, ഞാൻ ഈ ഒരു പാർട്ടിക്കിളിനെ എ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ഫോഴ്സസ് ബാലൻസ്ഡ് ആയിരിക്കും. അതിന്റെ മുകളിലുള്ള കോഹീസീവ് ഫോഴ്സസ് ബാലൻസ്ഡ് ആയിരിക്കും. അതേസമയം ഈ ഒരു പാർട്ടിക്കിൾ, ഐ കോൾ ദാറ്റ് പാർട്ടിക്കിൾ ബി, ഈ പാർട്ടിക്കിൾ ബിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ ബിക്കും സ്വാഭാവികമായിട്ടും ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പക്ഷെ ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ നകത്ത് താഴെ, അതായത് ഒരു ലെവലിനപ്പുറത്തേക്ക് പാർട്ടിക്കിൾസ് ഇല്ല. ഇപ്പൊ ഈ റീജിയനിൽ പാർട്ടിക്കിൾസ് ഇല്ല. ഈ ഒരു റീജിയൻ, ഈ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ ഈ ഒരു റീജിയനിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഈ എല്ലാ പാർട്ടിക്കിൾസും ഇതിനൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. പക്ഷെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഈ എല്ലാ കൊഹീസീവ് ഫോഴ്സുകളെയും കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അൺബാലൻസ്ഡ് ഡൗൺവേർഡ് ഫോഴ്സിന് കാരണമാവും. കാരണം മുകളിൽ പല ഭാഗത്തും പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും കൊഹീസീവ് ഫോഴ്സ് വരുന്നുണ്ടാവില്ല. താഴെ നിന്നാണ് കൂടുതൽ കൊഹീസീവ് ഫോഴ്സുകൾ വരുന്നത്. സോ ഇവിടെ ഒരു അൺബാലൻസ്ഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ടാവും. അൺബാലൻസ്ഡ് ഡൗൺവേർഡ് ഫോഴ്സ് ഈ ഒരു പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. മൂന്നാമത് ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, പാർട്ടിക്കിൾ സി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനൊരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ പകുതിയിൽ നിന്ന് മുകളിലേക്ക് ഒറ്റ പാർട്ടിക്കിളും ഇല്ല, പകുതിയിൽ നിന്ന് താഴേക്കാണുള്ള പാർട്ടിക്കിൾസ് മുഴുവൻ ഉള്ളത്. അപ്പൊ ഇയാൾക്ക് കിട്ടുന്ന കൊഹീസീവ് ഫോഴ്സ് ഹെവിലി ബയസ്ഡ് ഡൗൺവേർഡ് ആയിരിക്കും. വളരെയധികം ഡൗൺവേർഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആലോചിച്ചറിയാം, ഈ സർഫസ് ഫിലിമിൽ മുകളിലേക്ക് പോകും തോറും അവിടെയുള്ള പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡൗൺവേർഡ് അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡൗൺവേർഡ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് ഒരു മോളിക്യൂൾ ഈ ലിക്വിഡിന്റെ സർഫസിന് മുകളിൽ എത്തണമെങ്കിൽ, ഈ സർഫസിന്റെ ഔട്ടർ സൈഡിൽ എത്തണമെങ്കിൽ സം എമൗണ്ട് ഓഫ് വർക്ക് വിൽ ഹാവ് ടു ബി ഡൺ. കാരണം ഈ ഡൗൺവേർഡ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം, ആ ഡൗൺവേർഡ് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്തിട്ട് വേണം ഈ ലിക്വിഡ് മോളിക്യൂൾസിന് മുകളിൽ എത്താൻ. ആ വർക്ക് അങ്ങനെ താഴത്തു നിന്നുള്ള ലിക്വിഡ് മോളിക്യൂൾസിനെ, ബൾക്കിലുള്ള ലിക്വിഡ് മോളിക്യൂൾസിനെ സർഫസിൽ എത്തിക്കാൻ അവിടെ ചെയ്യേണ്ടി വരുന്ന വർക്ക് will be stored in the form of potential energy
of the molecules on the surface. അപ്പൊ നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡ് സർഫസിലുള്ള മോളിക്യൂൾസിന്, ലിക്വിഡിന്റെ സർഫസിൽ നിൽക്കുന്ന മോളിക്യൂൾസിന് ഒരു ഹയർ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഒരു ലിക്വിഡിന് ഇപ്പൊ മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു ലിക്വിഡിന് ഒരു സർഫസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് സം എമൗണ്ട് ഓഫ് എനർജി. മാത്രമല്ല സർഫസിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന് ഒരു സം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, ഒരു സിസ്റ്റം ഫ്രീ ടു മൂവ്, ഫ്രീ ടു റീഅറേഞ്ച് ആണെങ്കിൽ അത് ലീസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, മിനിമം പൊട്ടൻഷ്യൽ എനർജി വരുന്ന രീതിയിലാണ് റീഅറേഞ്ച് ചെയ്യോ മൂവ് ചെയ്യോ ചെയ്യുക. അവിടെയാണ് അതിന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഏതൊരു ലിക്വിഡും ഈ ഒരു സിറ്റുവേഷൻ കാരണം ഇറ്റ് വിൽ ഹാവ് എ ടെൻഡൻസി to rearrange itself in such a way that this potential energy, the surface potential energy is minimum. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ കുറഞ്ഞ മോളിക്യൂൾസ് മാത്രം സർഫസിൽ എത്തുക, അല്ലെങ്കിൽ സർഫസ് ഏരിയ മിനിമം ആക്കുന്ന രീതിയിലാണ് ലിക്വിഡുകൾ റീഅറേഞ്ച് ചെയ്യുക. ആ സർഫസ് ഏരിയ മിനിമം ആക്കാനുള്ള ടെൻഡൻസിയാണ് ഒരു സർഫസിനെ സ്ട്രെച്ചഡ് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യാനും ഒരു സർഫസ് ടെൻഷൻ കാണിക്കാനും ആ ലിക്വിഡിനെ കേപ്പബിൾ ആക്കുന്നത്. അപ്പൊ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫോർ എവറി ലിക്വിഡ് ദർ ഇസ് സർഫസ് ടെൻഷൻ, ആൻഡ് ദാറ്റ് സർഫസ് ടെൻഷൻ is what causes the surface of the liquid to act like a stretched membrane, and the reason why that happens is because surface area കുറച്ചുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്ന രീതിയിലാണ് ഈ ലിക്വിഡ് റീഅറേഞ്ച് ചെയ്യുക. അതാണ് അതിന്റെ ബേസിക് ഐഡിയ. നൗ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, വാട്ട് അബൌട്ട് ലിക്വിഡ്, എന്താ ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ഫ്രീ സ്പേസ്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ഫ്രീ സ്പേസ്. ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ഫ്രീ സ്പേസ്. ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ഫ്രീ സ്പേസ് ഏത് ഷേപ്പിലാണ് ഫോം ചെയ്യുക, ഏത് ഷേപ്പിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? നോക്കൂ, ഫ്രീ സ്പേസിൽ മറ്റ് സ്വാധീനങ്ങളൊന്നുമില്ല, ഗ്രാവിറ്റേഷന് സ്വാധീനമില്ല. അപ്പൊ ഒരു ലിക്വിഡ് ഡ്രോപ്പിന് അതിന് ഇഷ്ടമുള്ള പോലെ റീഅറേഞ്ച് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സർഫസ് മിനിമം ആവുന്ന രീതിയിൽ, സർഫസ് ഏരിയ മിനിമം ആവുന്ന രീതിയിലാണ് ആ ലിക്വിഡ് ഡ്രോപ്പിന്റെ ഷേപ്പ് ഡിസൈൻ ആവുക. കാരണം അപ്പോഴാണ് ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ എനർജിയിൽ ആ സിസ്റ്റം അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫോർ എ ഗിവൺ വോളിയം, ഒരു ഗിവൺ വോളിയം മിനിമം സർഫസ് ഏരിയ കിട്ടുന്ന ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ ആണ്. സോ സ്ഫെറിക്കൽ ഷേപ്പിലാണ് ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഇൻ ഫ്രീ സ്പേസ് അലൈൻ ചെയ്യുക. ഇത് ഫ്രീ സ്പേസിൽ ഉള്ള കാര്യം ആലോചിക്കണമെന്നില്ല, ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇഫ് യു ടേക്ക് സൊല്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് ആൽക്കഹോൾ, വാട്ടർ ആൽക്കഹോൾ സൊല്യൂഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ഓയിൽ ഡ്രോപ്പ്, ഒരു ഇമ്മിസിബിൾ ആയിട്ടുള്ള ഓയിൽ ഡ്രോപ്പ് നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആൽക്കഹോൾ or the water alcohol solution should be same as the density of the oil. അങ്ങനെ വരുമ്പോഴാണ് ഈ ഓയിൽ ഡ്രോപ്പിന്റെ മുകളിലുള്ള ബോയന്റ് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആവുക. ആ അവസ്ഥയിൽ ഈ ലിക്വിഡ് ഡ്രോപ്പ് ഇക്വിലിബ്രിയത്തിൽ വരെ ഈ ലിക്വിഡ് ഡ്രോപ്പിന്റെ ഷേപ്പ് പിന്നെ തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആക്കണം, അല്ലെങ്കിൽ സർഫസ് മിനിമൈസ് ചെയ്യണം എന്നുള്ള ഒറ്റ പർപ്പസ് ആയതുകൊണ്ട് എക്സാക്ട്ലി സ്ഫെറിക്കൽ ഷേപ്പിൽ ഈ പറഞ്ഞ ഓയിൽ ഡ്രോപ്പ് ഫോം ചെയ്ത് നിൽക്കും. ഓയിൽ ഡ്രോപ്പ് കറക്റ്റ് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണാം. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കറക്റ്റ് ഇതങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക. അത് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട്, അത് ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാം, ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെയാണ് അത് അലൈൻ ചെയ്യാം. അപ്പൊ എന്തുകൊണ്ട് ഇത് സ്ഫെറിക്കൽ അല്ല എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഫ്രീ സ്പേസ് അല്ല, ബോയൻസിയും ഗ്രാവിറ്റിയും ക്യാൻസൽ ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു ഡ്രോപ്പും അല്ല ഇതൊന്നും. ഇവിടെയൊക്കെ ഗ്രാവിറ്റിന്റെ ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് സർഫസ് ടെൻഷൻ എന്നൊരു സംഭവം ഇല്ലെങ്കിൽ, സർഫസ് ടെൻഷൻ്റെ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഈ ലിക്വിഡ് ആഗ്രഹിക്കാൻ മിനിമം പൊട്ടൻഷ്യലിലേക്ക് പോകാനാണ്. അപ്പൊ ഇത് കറക്റ്റ് ഫ്ലാറ്റൻ ചെയ്യാനാണ് ലിക്വിഡ് ആഗ്രഹിക്കുക. പക്ഷെ അപ്പോഴാണല്ലോ ഫുൾ ഫ്ലാറ്റ് ആകുമ്പോഴാണല്ലോ ഹൈറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഏറ്റവും താഴെ വരിക, അപ്പോഴാണല്ലോ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറയുക.
അതാണ് ആ ടെൻഡൻസിയാണ് കാണിക്കുക. മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉള്ള കോൺഫിഗറേഷൻ പോസിബിൾ അലൈൻ ചെയ്യാനാണ് ശ്രമിക്കുക. അതേസമയം ഇവിടെ സർഫസ് ടെൻഷൻ കൂടി ഉള്ളത് കൊണ്ട് ഇതിന് ഫ്ലാറ്റൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലാറ്റൻ ചെയ്യുമ്പം സർഫസ് ഏരിയ കൂടുക ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ബലാബലം വരും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും കുറയ്ക്കണം, എന്നാൽ സർഫസ് അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കാരണമുള്ള സർഫസിലുള്ള മോളിക്യൂൾസിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കുറയ്ക്കണം. ഇത് രണ്ടിനെയും കൂടെ ബാലൻസ് ആയിട്ടാണ് ഇത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതുണ്ടാവില്ല, അത് ഇംപ്രാക്ടിക്കലാണ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്യേണ്ടിയിരുന്ന ലിക്വിഡ് അലൈൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പ്രിൻസിപ്പിളിന് എക്സാമ്പിൾ ആണ്, ഈ പറഞ്ഞ സർഫസ് ടെൻഷന്റെ ഐഡിയക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ ഓർക്കേണ്ട ഇനി ഒരു കാര്യം, നമുക്കിപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സർഫസ് ടെൻഷന് കാരണമാവുന്നത് ഈ സർഫസ് ഫിലിമിന്റെ മുകളിൽ നിൽക്കുന്ന ഇന്റർഫേസിൽ നിൽക്കുന്ന സർഫസ് ഫോം ചെയ്യുന്ന മോളിക്യൂൾസിന് ഹയർ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നതും ഈ സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നതും ഒക്കെ കൊഹീസീവ് ഫോഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. കൊഹീസീവ് ഫോഴ്സുകൾ ഇവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടും അതിനൊരു ഇംബാലൻസ് വരുന്നതുകൊണ്ടൊക്കെയാണ് ഈ സർഫസ് ടെൻഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊഹീസീവ് ഫോഴ്സുകൾ കൂടുതലുള്ള ലിക്വിഡുകളിൽ സർഫസ് ടെൻഷൻ ഹൈ ആയിരിക്കും. ഞാനിവിടെ പോയിന്റ് എഴുതാം. കൊഹീസീവ് ഫോഴ്സ് ഹൈ ആയിട്ടുള്ള ലിക്വിഡുകളിൽ സർഫസ് ടെൻഷൻ ഹൈ ആയിരിക്കും. കൊഹീസീവ് ഫോഴ്സ് ലോ ആണെങ്കിൽ റിലേറ്റീവ്ലി സർഫസ് ടെൻഷനും ആ ലിക്വിഡിന്റെ ലോവർ ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ സർഫസ് ടെൻഷൻ തീരുമാനിക്കുന്ന മറ്റൊരു കാര്യം ടെമ്പറേച്ചർ ആണ്. അതും ഈ ലോജിക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെമ്പറേച്ചർ, ഒരു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ കുറയുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ അത് എന്തുകൊണ്ടാണ് നമുക്ക് പറയാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പം സർഫസ് ടെൻഷൻ റിലേറ്റീവ്ലി കൂടുകയാണ് ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വാട്ടറിന് ഒരു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ അത് ഗെയിൻ ചെയ്യുന്ന സമയത്ത് മോളിക്യൂൾസ് കുറച്ചുകൂടെ ഫ്രീ ടു മൂവ് ആവും, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വീക്ക് ആവും. അതുകൊണ്ട് തന്നെ ഈ കൊഹീസീവ് ആയിട്ടുള്ള അട്രാക്ഷൻ കുറച്ച് കുറയും. സ്വാഭാവികമായിട്ടും സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ഫ്രീഡം ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ് കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ ഗെയിൻ ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർഫസ് ടെൻഷൻ കൂടും, അതിന് റിവേഴ്സ് ആയിട്ട്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വാട്ടറിന്റെ റൂം ടെമ്പറേച്ചറിലുള്ള സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് 0.07 അപ്രോക്സിമേറ്റ്ലി 0.07 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതേസമയം മെർക്കുറിയുടേത് റൂം ടെമ്പറേച്ചറിൽ തന്നെ മെർക്കുറിയുടേത് 0.5 അപ്രോക്സിമേറ്റ്ലി 0.5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നോക്കൂ, cohesive force in mercury will be much higher as compared with the cohesive forces in water. അത് കണ്ടാൽ തന്നെ നമുക്ക്, ഈ ഡേറ്റ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇനി ഈ വാട്ടറിന്റെ തന്നെ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സർഫസ് ടെൻഷൻ ഇവിടെ നിന്ന് നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഐഡിയയും കൂടെ ഇതിനൊപ്പം മനസ്സിലാക്കുക. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് സർഫസ് ടെൻഷൻ. നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ട് സർഫസ് ടെൻഷനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സർഫസ് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ സർഫസിന്റെ ഏരിയ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സർഫസ് ടെൻഷന്റെ സ്വാധീനം അതിനെ ഒപ്പോസ് ചെയ്യും. നമുക്കത് ഇനി വരുന്ന എക്സാമ്പിൾസിൽ ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സർഫസ് ടെൻഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ലിക്വിഡ് സർഫസ് എടുക്കുക. ആ ലിക്വിഡ് സർഫസിൽ എവിടെയെങ്കിലും ഞാൻ ഇത് ടോപ്പ് വ്യൂ ആണ് നമ്മൾ പറയുന്നത്, ഞാൻ ഒരു ഇമാജിനറി ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക. എനിക്കറിയാം ഈ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നത്. ഒരു ക്ലോത്ത് പീസ് എടുത്ത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവുമോ അതേപോലെയാണ് ഈ സർഫസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇമാജിനറി ലൈനിന്റെ ഇടത്തോട്ടും വലത്തോട്ടും ഒരു സ്ട്രെച്ചിങ് ഫോഴ്സ്, ഒരു ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. വളരെ ലോജിക്കലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ ലൈൻ എടുക്കുന്നത് വലുതാണെങ്കിൽ
സ്വാഭാവികമായിട്ടും ഈ ഫോഴ്സും വലുതായിരിക്കും. കാരണം ഈ ലൈൻ വലുതാണെങ്കിൽ ഈ പറയുന്ന ഫോഴ്സുകൾ ഒരുപാട് സ്ട്രെച്ചിങ് അധികം വരുമല്ലോ. അപ്പം ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്, ഫോഴ്സ് ഓൺ ഈതർ സൈഡ് വിൽ ബി പ്രപ്പോർഷണൽ ടു ലെങ്ത്. ഞാൻ ചൂസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിന്റെ ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഐ മേക്ക് ഇറ്റ് എഫ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു എൽ. ഈ ടി ആണ് ആ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ആണത്. ഓരോ ലിക്വിഡിനും ഓരോ രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്യുക, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ. അപ്പൊ ദിസ് ടി ഇസ് വാട്ട് യു കോൾ ദ സർഫസ് ടെൻഷൻ. അപ്പൊ എനിക്ക് പറയാം ടി ഇസ് ഈക്വൽ ടു എഫ് ബൈ എൽ. ഇതിലേക്ക് ഡീറ്റെയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ലോജിക് മനസ്സിലാക്കാം. ചില ലിക്വിഡ്സിൽ വളരെ ഹൈ സർഫസ് ടെൻഷൻ ഉള്ള ലിക്വിഡ് ആണെങ്കിൽ ഒരുപാട് ഫോഴ്സ് ഫീൽ ചെയ്യും. അപ്പൊ ടി കൂടുതലാണെങ്കിൽ ഫോഴ്സും കൂടുതലായിരിക്കും, ആ സ്ട്രെച്ചിങ് ഫോഴ്സും കൂടുതലായിരിക്കും. ചില ലിക്വിഡ്സിൽ സർഫസ് ടെൻഷൻ വീക്ക് ആണെങ്കിൽ ഈ ടി കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ ടിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കുക, ഫിസിക്കൽ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കുക. ഈ ടി എന്നുള്ള ആ ഒരു കോൺസ്റ്റന്റിന്റെ, ആ ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹൈ സർഫസ് ടെൻഷൻ ഉള്ള ലിക്വിഡ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇമാജിനറി ലൈനിന്റെ മുകളിലുള്ള ഫോഴ്സും കൂടുതലായിരിക്കുമല്ലോ. ലോ സർഫസ് ടെൻഷൻ ആണെങ്കിൽ ആ ഇമാജിനറി ലൈനിന്റെ മുകളിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. സോ ആ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക. ഇനി ഈ ഇക്വേഷന് നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. സർഫസ് ടെൻഷന്റെ സർഫസ് ടെൻഷൻ ഇസ് ബേസിക്കലി the normal force per unit length, the normal force per unit length acting on an imaginary line on the surface of, on the free surface of a liquid that is in equilibrium. ഒരു ലിക്വിഡ് സർഫസിന്റെ, ഒരു ലിക്വിഡിന്റെ ഫ്രീ സർഫസിൽ എവിടെയെങ്കിലും വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മൾ സർഫസ് ടെൻഷൻ ആയിട്ട് വിളിക്കുന്നത്. ഈ ഇക്വേഷന്റെ അകത്ത് തന്നെ സർഫസ് ടെൻഷൻ കാരണം ഒരു സർഫസിൽ ജനറേറ്റ് ചെയ്യുന്ന, ഒരു സർഫസ് സ്ട്രെച്ച് ചെയ്യുമ്പോഴൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. Surface tension is basically the force per unit length, the normal force per unit length acting on an imaginary line drawn anywhere on a liquid surface, a free liquid surface which is in equilibrium. ഈ ഐഡിയ ഒന്നുകൂടെ വളരെ സ്ട്രോങ് ആയി ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ടെൻഷനെ പറ്റി, സർഫസ് ടെൻഷനെ പറ്റി പറയാൻ പറ്റും. അതിൽ ആദ്യത്തെ കാര്യം സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ കണ്ടറിയാം, ഫോഴ്സിന്റെ യൂണിറ്റ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് ആയിരിക്കും. SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ദാറ്റ് ബി ന്യൂട്ടൺ പെർ മീറ്റർ. ഓൾറൈറ്റ്, നൗ ഡയമെൻഷനും കൂടെ പറയാൻ പറ്റും. ഇതിന്റെ ഡയമെൻഷൻ, ഫോഴ്സിന്റെ ഡയമെൻഷൻ ബൈ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് MLT raised to -2 divided by L, which will give you MT raised to -2. ഇത്രയാണ് സർഫസ് ടെൻഷൻ ഡെഫിനിഷനും അതിന്റെ ഡീറ്റെയിൽസും. നമുക്ക് ഇനി എങ്ങനെയാണ് സർഫസ് ടെൻഷൻ മെഷർ ചെയ്യുക, ഈ സർഫസ് ടെൻഷൻ എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുക, ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ജസ്റ്റ് ഇമാജിൻ നമുക്കൊരു റെയിൽ ഉണ്ട്, നമ്മളെ കയ്യിൽ ഒരു റെയിൽ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇപ്പം എയർ ബബിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ, നമ്മൾ എന്താ പറയുക, സോപ്പ് ബബിൾസ് ഉണ്ടാക്കുന്ന പോലെ ഒരു ഫിലിം, ഒരു ലിക്വിഡ് ഫിലിം ഇതിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ ഒരറ്റത്തിരിക്കുന്നത് ഒരു റോഡ് ആണെന്ന് വിചാരിക്കുക, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ്. ഈ റോഡിന്റെ മാസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, അതൊരു ലൈറ്റ് റോഡാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മൂവബിൾ ആണ്, ഈ റോഡ് മൂവബിൾ ആണ്. ഈ റോഡ് താഴത്തേക്ക് വലിച്ചാൽ സർഫസ് വലുതാവും, ഈ റോഡ് മുകളിലേക്ക് പോയാൽ സർഫസ് ചെറുതാവും. ഞാൻ ഈ സർഫസിൽ ഒരു ചെറിയ മാസ്, വളരെ ചെറിയൊരു മാസ്, ഒരുപാട് വലിയ മാസ് ആണെങ്കിൽ ഇത് സർഫസ് ഈസി ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടായി പോകും. അപ്പൊ അങ്ങനെയൊന്നും ആവാത്ത ഒരു ചെറിയ എമൗണ്ട് ഓഫ് മാസ് ഞാൻ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്, കെട്ടി തൂക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇത് ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് ഈ മാസ് അനങ്ങാതിരിക്കുകയാണ്, ഈ ഫ്രെയിം ഞാൻ ഇങ്ങനെ വെർട്ടിക്കലി പിടിച്ചിരിക്കുകയാണ്, ഈ മാസ് അവിടെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റും, മാസിന്റെ മുകളിലുള്ള ഫോഴ്സുകൾ ബാലൻസ്ഡ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. മാസിന്റെ മുകളിലുള്ള ഫോഴ്സുകൾ ബാലൻസ്ഡ് ആയിരിക്കും. അതായത് ഈ മാസിന്റെ മുകളിൽ താഴത്തേക്ക് ഒരു mg അതിന്റെ വെയിറ്റ് ഇരിക്കുന്നുണ്ട്, മുകളിലേക്കും ഒരു ഫോഴ്സ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരു ലിക്വിഡ് ഫിലിം സ്ട്രെച്ച് ചെയ്യാൻ നോക്കുകയാണ്, അപ്പൊ അതിന്റെ സർഫസ് ടെൻഷൻ അതിനെ പ്രിവെന്റ് ചെയ്യും. കാരണം നിങ്ങൾ അതിന്റെ സർഫസ് എനർജി കൂട്ടാൻ പോവുകയാണ്, അതിന്റെ
പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ലിക്വിഡ് സർഫസ് നിങ്ങൾ കൂട്ടാൻ പോവുകയാണ്. അപ്പൊ അതിനൊരു പ്രിവെൻഷൻ ഉണ്ടാവും. അതെങ്ങനെയാ വർക്ക് ചെയ്യാന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാജിനറി ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ആ ഇമാജിനറി ലൈൻ ഞാനിവിടെ വരയ്ക്കുന്ന സമയത്ത് ആ ഇമാജിനറി ലൈന് നോർമലായിട്ട് സർഫസ് ടെൻഷൻ കാരണം ഫോഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. ഈ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് സർഫസ് ടെൻഷൻ T ആണെങ്കിൽ ഈ ലൈനിൽ മുഴുവൻ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആയിരിക്കും. ദാറ്റ് ഇസ് ടെൻഷൻ ഇൻറ്റു L ആയിരിക്കും. ഒരു ലൈൻ ഒരു സൈഡിൽ മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ഫിലിം ആണെങ്കിൽ ഫിലിമിന് രണ്ട് സർഫസ് ഉണ്ടാവും. ഇവിടെ ഒരു സർഫസും ഇവിടെ ഒരു സർഫസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിലെ സർഫസ് തരുന്ന സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് TL ആണെങ്കിൽ ഇതേപോലെ ഇനിയൊരു സർഫസ് കൂടി ഉണ്ടല്ലോ. അപ്പൊ 2 times TL ഉണ്ടാവും ഈ ഫോഴ്സ്. ഈ 2 times ആവാൻ കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ലിക്വിഡ് ഫിലിം ആണെങ്കിൽ അതിന് രണ്ട് സർഫസ് ഉണ്ട്. അപ്പൊ രണ്ട് സർഫസ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഫോഴ്സ് F is equal to 2 into TL ആണ്. ഈ 2TL mgക്ക് ഈക്വൽ ആയേ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് സർഫസ് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം L എനിക്ക് അറിയാം, ഞാൻ എടുക്കുന്ന പാരറ്റസ് ആണ്, 2 is a constant, M ഞാൻ എടുത്ത മാസ് ആണ്, G is a constant. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ഗിവൺ ടെമ്പറേച്ചർ ഫോർ ദിസ് സർട്ടൻ സ്പെസിഫിക് സിറ്റുവേഷൻ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഒരു കാര്യം. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ കണക്ക് കൂട്ടുന്ന മറ്റൊരു മെത്തേഡാണ്. ഞാൻ ഇനി ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഇനി 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു ലിക്വിഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിക്വിഡ് സർഫസിന് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ക് പ്ലേസ് ചെയ്യുക. ആ ഡിസ്കിന് മുകളിൽ ഒരു F ഫോഴ്സ് കൊടുത്ത് പതുക്കെ അത് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ലിക്വിഡ് അതിന്റെ കൂടെ കുറച്ച് ലിഫ്റ്റ് ആവും. അപ്പൊ ആ സർഫസ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക, ആ സർഫസ് എങ്ങനെയാണ് അലൈൻ ചെയ്യുക എന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായി റീഅറേഞ്ച് ചെയ്യും ആ സർഫസ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഫോഴ്സ് F കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഫോഴ്സും താഴത്തേക്കുള്ള സർഫസ് ടെൻഷനും ബ്രേക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. ഈ ഫോഴ്സും താഴത്തേക്കുള്ള സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സും രണ്ടും ബാലൻസ്ഡ് ആവണം. താഴത്തേക്ക് സർഫസ് ടെൻഷൻ കാരണം എത്ര ഫോഴ്സ് ഉണ്ട് എങ്ങനെ മനസ്സിലാക്കാം? സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് മനസ്സിലാക്കണമെങ്കിൽ സർഫസ് ടെൻഷന്റെ വാല്യൂ ഓഫ് ദാറ്റ് ലിക്വിഡ് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യണം? ലെങ്ത് ഓഫ് ദ ലൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഈ ലിക്വിഡിന്റെ നമ്മൾ എടുക്കുന്ന ഇമാജിനറി ലൈൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. ആ ഡിസ്കിന്റെ സർക്കംഫറൻസിന്റെ ലെങ്ത് ആയിരിക്കും ആ പറഞ്ഞ ഇമാജിനറി ലൈൻ ഉണ്ടാവുക. കാരണം വെച്ചാല് ആ ലിക്വിഡിൽ സ്റ്റിക്ക് ചെയ്ത് ആ ഡിസ്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ആ ഡിസ്കിന്റെ എന്താ പറയുക സർക്കംഫറൻസിലൂടെയാണ്. അപ്പൊ ആ സർക്കംഫറൻസിലെ ഓരോ യൂണിറ്റ് ലെങ്ത്തിലും T amount ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ മൊത്തം ഫോഴ്സ് ആക്ടിങ്, the total force acting on that disk will be force per unit length, which is surface tension T, multiplied with the total length, that is ഈ ഡിസ്കിന്റെ റേഡിയസ് R ആണെങ്കിൽ 2 pi R ആയിരിക്കും. So we'll have surface tension കാരണമുള്ള force will be equal to 2 pi R into T. Now 2 pi R into T ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ജസ്റ്റ് ബ്രേക്ക് ആവുന്ന സിറ്റുവേഷന് അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് സർഫസ് ടെൻഷൻ T എന്ന്. ഈ കൊടുത്ത ഫോഴ്സ് എനിക്ക് മനസ്സിലായിരിക്കണം, ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കണം എത്ര ഫോഴ്സ് കൊടുത്തു എന്നുള്ളത്. പിന്നെ 2 pi R, R എനിക്ക് അറിയാം കാരണം വെച്ചാൽ 2 pi കോൺസ്റ്റന്റ് ആണ്. R എനിക്ക് അറിയാം കാരണം ഞാനാണ് ഈ ഡിസ്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്റെ മെഷർമെന്റ് ഉണ്ടാവും. സിമിലർലി ഈ ഡിസ്കിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു റിംഗ് കൂടെ കൺസിഡർ ചെയ്യാം. റിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നും കൂടെ മനസ്സിലാക്കുക. അതൊരു റിംഗ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ അങ്ങനെ ആലോചിക്കുക. റിംഗ് വളരെ തിൻ ആയിട്ടുള്ള റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. തിൻ റിംഗ് ആണെങ്കിൽ ആ റിംഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ആ ലിക്വിഡ് സർഫസ് ഉണ്ടാവുക. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ലിക്വിഡ് സർഫസ് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 2 ഇമാജിനറി ലൈൻസ് ഉണ്ടാവും. അതായത് ഈ ഔട്ടർ സർക്കംഫറൻസിൽ സ്റ്റിക്കായി നിൽക്കുന്ന ഒരു ഭാഗവും ഇന്നർ സർക്കംഫറൻസിൽ സ്റ്റിക്കായി നിൽക്കുന്ന ഒരു ഭാഗവും ഉണ്ടാവും. അപ്പൊ 2 ഇമാജിനറി ലൈൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുക.
താഴത്തേക്ക് സർഫസ് ടെൻഷൻ കാരണം എത്ര ഫോഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T into 2 times 2πr. ഇന്നർ സർഫസിന്റെ റേഡിയസും ഇന്നർ സർക്കംഫറൻസിന്റെ റേഡിയസും ഔട്ടർ സർക്കംഫറൻസിന്റെ റേഡിയസും രണ്ടും ഞാൻ r തന്നെ എടുക്കുന്നത്. കാരണം വളരെ തിൻ ആയതുകൊണ്ട്, ആ റിങ് വളരെ തിൻ ആയതുകൊണ്ട് ഏകദേശം രണ്ടും സെയിം ആണെന്നുള്ള ധാരണയിൽ ഞാൻ r തന്നെ എടുക്കുന്നത്. സോ ദാറ്റ് മേക്സ് ഇറ്റ് T into 2πr into 2. 2πr into 2. എന്തുകൊണ്ട് 2 ഫാക്ടർ എക്സ്ട്രാ വരുന്നു? ഇന്നർ സർക്കംഫറൻസ് ഉണ്ട്, ഔട്ടർ സർക്കംഫറൻസ് ഉണ്ട്, നടക്കൊന്നുമില്ല, നടക്ക് കാലിയാണ്. അപ്പം ദിസ് is T into 4πr and that should be equal to F. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അഗൈൻ എന്താണ് സർഫസ് ടെൻഷൻ വരിക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഓർക്കേണ്ടത് സർഫസ് എനർജി. എന്താണ് സർഫസ് എനർജി എന്നുള്ളത് മനസ്സിലാക്കുക. നോക്കൂ, എനിക്കറിയാം ഒരു ലിക്വിഡ് സർഫസ് ഹാസ് സം എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഞാനൊരു സർഫസിന്റെ ഏരിയ കൂട്ടുകയാണെങ്കിൽ, ഒരു ലിക്വിഡ് സർഫസിന്റെ ഏരിയ കൂട്ടുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ആ പൊട്ടൻഷ്യൽ എനർജിയാണ് കൂട്ടുന്നത്. ആ ലിക്വിഡിന്റെ സർഫസിന്റെ പൊട്ടൻഷ്യൽ എനർജി ഞാൻ കൂട്ടുക ചെയ്യുന്നത് ഏരിയ കൂട്ടിക്കൊണ്ട്. കാരണം കൂടുതൽ മോളിക്യൂൾ സർഫസിലെത്തും, കൊഹീസീവ് ഫോഴ്സ് മറികടന്ന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. സോ ഈ പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ വേണ്ടി, ഈ സർഫസിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. ദാറ്റ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ the change in surface area will give you the surface energy of a liquid. Surface energy of a liquid എന്ന് പറഞ്ഞാൽ it is the work done per unit change in surface area of a liquid. The work done per unit change in surface area of a liquid ആണ് നമ്മൾ surface energy എന്ന് പറയുക. Surface energy is a work done per unit change in area of a liquid. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതിന്റെ വാല്യൂ എന്താ വരിക എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു റെയിൽ നമ്മുടെ കയ്യിലുണ്ട്. ആ റെയിലിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ഫിലിം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂവബിൾ റോഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ റോഡിന്റെ ഒരു അറ്റത്ത് ഞാൻ ഒരു ഗിവൺ ഫോഴ്സ് എഫ് ഫോഴ്സ് കൊടുത്ത് യൂണിഫോം സ്പീഡിൽ ഞാൻ സ്ട്രെച്ച് ചെയ്യാണ് എന്ന് വിചാരിക്കുക. ഞാൻ ഈ ഒരു ഫിലിം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയെന്ന് വിചാരിക്കുക, ഈ ഒരു റോഡും ഉപയോഗിച്ചിട്ട്. ഇത് സ്ട്രെച്ച് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന വർക്ക്, ഞാൻ സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വിചാരിക്കുക, ഞാൻ ഒരു എക്സ് ദൂരം ഈ റോഡ് ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. എക്സ് ദൂരം ഈ റോഡ് ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിലിമും ഒരു എക്സ് ദൂരം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. ഈ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം സർഫസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഐ ഷുഡ് ഡു ഇസ് ഐ ഷുഡ് ഫൈൻഡ് വർക്ക് ഡൺ ആൻഡ് ഡിവൈഡ് ദാറ്റ് വിത്ത് ദ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. നോക്കൂ, ഇവിടുത്തെ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഡെൽറ്റ എസ്, ഈ സ്ട്രെച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഡെൽറ്റ എസ് എത്രയാണെന്ന് മനസ്സിലാക്കുക. ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ ഓഫ് ഏരിയ ആണ്. ആ ഏരിയ എത്ര വരും? ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്, ദാറ്റ് ഇസ് XL. പക്ഷേ ഇതൊരു ഫിലിമാണ്. ഫിലിമിന് രണ്ട് സൈഡുകളുണ്ട്. രണ്ട് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സൈഡിൽ XL കൂടി ഉണ്ടാവും, മറ്റേ സൈഡിൽ XL കൂടിയിട്ടുണ്ടാവും. സോ ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ വിൽ ബി 2 times XL. എന്തുകൊണ്ട് 2 times ആവണം എന്നുള്ളത് പിന്നെയും ഒന്നുകൂടി ഓർക്കുക. ഫിലിം ആയതുകൊണ്ട് ഫിലിമിന് രണ്ട് സർഫസ് ഉണ്ടാവും. നൗ വർക്ക് ഡൺ എങ്ങനെ കാണാം? വർക്ക് ഡൺ എങ്ങനെ കാണാം? വർക്ക് ഡൺ വിൽ ബി ബേസിക്കലി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ കേസിൽ ഫോഴ്സ് F ആണ്, ഡിസ്പ്ലേസ്മെന്റ് X ആണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ ഫിലിമിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ഈ ഫിലിമിന്റെ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ്, ഈ സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യും. ആ ഫോഴ്സിനെ, സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. അതായത് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സർഫസ് ടെൻഷൻ ആയിരിക്കും ഈ ഫോഴ്സിന് ഈക്വൽ. സർഫസ് ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് F will be equal to force due to surface tension. ഇത് എത്ര വരും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇവിടെ ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത കാര്യമാണ്. ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുക. പെർ യൂണിറ്റ് ലെങ്ത് T എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. കാരണം ആ T ആണ് സർഫസ് ടെൻഷൻ. ലിക്വിഡിന്റെ സർഫസ് ടെൻഷൻ T ആണെങ്കിൽ പെർ യൂണിറ്റ് ലെങ്ത് T എമൗണ്ട് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ L ലെങ്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ രണ്ട് സർഫസ് ഉണ്ട്. സോ ഫോഴ്സ് F വിൽ ബി ഈക്വൽ ടു 2 times
T into L. The force F will have to be balancing 2 times T into L. കാരണം T into L ഒരു സൈഡ് ഒരു സർഫസ് കാരണം മറ്റേ സർഫസ് കാരണം അടുത്ത T into L 2 times T into L അതാണ് F നെ ബാലൻസ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ വിൽ ബി ബേസിക്കലി ഈക്വൽ ടു F into X. F നമ്മൾ കണ്ടുപിടിച്ചു 2TL. സോ യു ഹാവ് 2TLX. 2TLX. ഇനി ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. വർക്ക് ഡൺ is 2TLX divided by change in surface area is 2LX. 2LX കട്ട് ചെയ്യുക മുകളിൽ താഴെന്നും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും what remains is T. So basically the surface tension of a liquid is numerically equal to its surface energy. ഈ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക. The surface tension of a liquid is numerically equal to its surface energy. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. So we have studied the basic idea of surface tension and we have studied some examples. പിന്നെ നമ്മൾ സർഫസ് ടെൻഷന്റെ ഒറിജിൻ മനസ്സിലാക്കി. സർഫസ് ടെൻഷന്റെ എങ്ങനെയാണ് സർഫസ് ടെൻഷൻ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. സർഫസ് ടെൻഷന്റെ ഡെഫിനിഷൻ ആൻഡ് എക്സ്പ്രഷൻ നോക്കി. ഫൈനലി സർഫസ് എനർജി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി 1-2 എക്സാമ്പിൾ കൂടെ സർഫസ് ടെൻഷന്റെ കൂടെ പറയാനുള്ളത്, നമ്മളൊരു പെയിന്റിംഗ് ബ്രഷ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന ഒരു പെയിന്റിംഗ് ബ്രഷ് ഒരു ലിക്വിഡിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ആ പെയിന്റിംഗ് ബ്രഷ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. അതിന്റെ ബ്രഷ്, അതിന്റെ ബ്രിസിൽസ്, അതിന്റെ ഹെയർസ് ഒക്കെ വളരെയധികം ക്ലോസ് ടുഗെദർ ആയി വന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ കാരണം ഈ ബ്രിസിൽസ് വെറ്റ് ആവുന്ന സമയത്ത് ഒരു ലിക്വിഡ് സർഫസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ആ സർഫസിന്റെ ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, സർഫസ് ടെൻഷന്റെ ഭാഗമായിട്ട് സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിക്വിഡ് സർഫസ് വളരെ ചെറിയ ഫോം കൈക്കൊള്ളുന്നതാണ് ഇതിന്റെ കാരണം. അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ലിക്വിഡിൽ ക്യാംഫർ പാർട്ടിക്കിൾസ് സ്പ്രിങ്കിൾ ചെയ്താൽ, കർപ്പൂരത്തിന്റെ പാർട്ടിക്കിൾസ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. വിഗറസ്ലി ഇറ്റ് മൂവ്സ് അറൗണ്ട്. ആൻഡ് അതിന്റെ റീസണും മനസ്സിലാക്കുക. ഈ സർഫസ് ടെൻഷൻ നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. പല രീതിയിലാണ് ചേഞ്ച് വരിക. ചിലപ്പോൾ ചില ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ആവും. ചില സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഡിക്രീസ് ആവും. ക്യാംഫർ ആഡ് ചെയ്യുന്ന സമയത്ത്, ക്യാംഫർ സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് പല ഭാഗത്തും ക്യാംഫറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. വളരെ അൺഈവൻ ആയിട്ടാണ് ക്യാംഫർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. ക്യാംഫർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പം വാട്ടറിന്റെ സർഫസ് ടെൻഷനിൽ ലോവറിങ് ഉണ്ടാവും, സർഫസ് ടെൻഷൻ കുറയും. സോ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു സൈഡിൽ ക്യാംഫർ മിക്സിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്, വേറൊരു സൈഡിൽ ക്യാംഫർ മിക്സിംഗ് അത്ര നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ഇവിടെ മിക്സിംഗ് ഹൈ ആണ്, ഇവിടെ മിക്സിംഗ് ലോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർഫസ് ടെൻഷൻ ലോ ആയിരിക്കും. അപ്പൊ സ്ട്രെച്ചിങ് വളരെ കുറവായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. ഇങ്ങേ സൈഡിൽ മിക്സിംഗ് കുറവേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സർഫസ് ടെൻഷൻ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കുറച്ച് അധികം സ്ട്രെച്ചിങ് ഉണ്ടാവും. നാച്ചുറലി ഈ പോയിന്റിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കിള് ഹൈ സർഫസ് ടെൻഷൻ ഉള്ള ഭാഗത്തേക്ക് ഒരു അൺബാലൻസ് ഫോഴ്സ് കാരണം മൂവ് ചെയ്യും. അപ്പൊ ഈ മൂവ്മെന്റ് റാൻഡം ആയിട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് camphor particles sprinkled on the surface of water keeps moving vigorously. അത് ഇനി ഒരു എക്സാമ്പിൾ ആണ്, ഇത് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസെക്ട്സ്, വെരി ലൈറ്റ് ഇൻസെക്ട്സ് ക്യാൻ വാക്ക് ഓൺ ലിക്വിഡ് സർഫസസ്. അതിന്റെ കാരണം ആ ഇൻസെക്ട്സിന്റെ leg or our feet it is designed in such a way that when it lands on the liquid surface, when it properly lands on a liquid surface, ഈ സർഫസിൽ പ്രസ് ചെയ്യുമ്പം ഈ സർഫസിന്റെ ഏരിയ ചേഞ്ച് ചെയ്യാൻ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവും. അവിടെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സർഫസ് ടെൻഷൻ ഉണ്ടാവും. ആ സർഫസ് ടെൻഷൻ വിൽ സപ്പോർട്ട്, ആ സർഫസ് ടെൻഷൻ കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആ ബോഡീനെ സപ്പോർട്ട് ചെയ്യും. ഇനി ഒരു കാര്യം, ഒരു ലിക്വിഡ് സർഫസിൽ ശ്രദ്ധിക്കുക, ഒരു ലിക്വിഡ് സർഫസിൽ നമ്മൾ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിന്റെ മുകളിൽ ഒരു നീഡിൽ പ്ലേസ് ചെയ്യാണ്. നമുക്കറിയാം നീഡിൽ വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി ഉണ്ട് നീഡിലിന്. നാച്ചുറലി നീഡിൽ സിങ്ക് ചെയ്യേണ്ടതാണ്. നീഡിൽ സിങ്ക് ചെയ്യുകയും ചെയ്യും. പ്രോപ്പറായിട്ടല്ല പ്ലേസ് ചെയ്തതെങ്കിൽ നീഡിൽ ഈസിലി സിങ്ക് ചെയ്യും. പക്ഷെ ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ നീഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ
ബ്ലോട്ടിംഗ് പേപ്പർ നാച്ചുറലി വെള്ളത്തിനോട് മിക്സ് ചെയ്ത് താഴത്തേക്ക് അത് സിങ്ക് ചെയ്ത് പോവും. പക്ഷേ ഈ നീഡിൽ വിൽ റിമെയിൻ ദാറ്റ് ഇഫ് ഇറ്റ്സ് പ്രോപ്പർലി ഡൺ. നീഡിൽ അവിടെ റിമെയിൻ ചെയ്യും. അപ്പൊ നീഡിലിന് എന്താണ് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്? ഇപ്പൊ ഒരു വാട്ടർ സർഫസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് ആ നീഡിൽ നിൽക്കുന്നതെങ്കിൽ ആ വാട്ടർ സർഫസ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ആവുകയും ഈ ബെൻഡ് ചെയ്ത് നിൽക്കുന്നിടത്തുള്ള സ്ട്രെച്ചിങ് ഫോഴ്സിന്റെ റിസൾട്ടന്റ് ആ നീഡിലിനെ സപ്പോർട്ട് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് സർഫസ് ടെൻഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. കാപ്പിലറി റൈസ് ഒരു എക്സാമ്പിൾ ഫോർ സർഫസ് ടെൻഷൻ ആണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ് ഓർ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ബബിൾ, ഓക്കെ, സോപ്പ് ബബിൾ, ഓക്കെ, എക്സാമ്പിൾസ് ഫോർ ആപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ടെൻഷൻ ആണ്. അതൊക്കെ നമുക്ക് ഇനിയുള്ള സെക്ഷൻസിൽ നോക്കാം.